ഡൈനിങ് റൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു വൈഡ് വെച്ചു. അതിൻ്റെ ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു രീതിയുണ്ട്, വൈഡ് വെച്ചിട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് തന്നെ ഒരു ടൈറ്റും വെച്ചു. അപ്പോൾ ആ ഡൈനിങ് റൂമിൻ്റെ വീടെന്ന് ആ മുറി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പേസേ ഉള്ളൂ. ആ യൂണിറ്റിലുള്ള മനുഷ്യൻ മുഴുവൻ അതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും കുസ്തി പിടിക്കുന്ന ഈ കുറച്ച് പേരോട് ഇറങ്ങി പോകുമ്പോൾ എന്തായാലും വല്ലേ എല്ലാവരും ഇങ്ങനെ കാണാൻ വന്നിരിക്കും. അപ്പം ഈ ആരെയോ കക്ഷത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഇതിൻ്റെ സെക്കൻഡ് ക്യാമറ ഇരിക്കുന്നത് അതുപോലത്തെ അവസ്ഥയിലാണ്. ലാൽസാർ ഷോട്ടിന് വന്നു ഇരുന്നു, സ്ക്രിപ്റ്റൊക്കെ വായിച്ചു, ഇത് ചെയ്തു, ഞാൻ റോൾ ചെയ്തു. അപ്പോൾ വൈഡ് എവിടം വരെയാ ഞാൻ പറയാം, പോകുന്നിടത്തോളം പോട്ടെ, ഒരു മാസ്റ്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് പരിപാടിയുണ്ട്. അതങ്ങനെ മാസ്റ്ററായിട്ട് പെർഫോം ചെയ്തങ്ങ് പോവാണ്. കുറേ ഒരു 5-6 പേജുള്ള സീനിൻ്റെ ഒരു 3-4 പേജ് അങ്ങനെ അങ്ങ് പോവാണ്. പോയി ഇതെല്ലാം കഴിഞ്ഞു, വൈഡ് കംപ്ലീറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ലാൽസാർ വന്ന് വൈഡ് കാണും. അപ്പോൾ ലാൽസാർ പറഞ്ഞു ഈ റിയാക്ഷൻ അത് എടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതോ എടുത്തു ഞാൻ പിന്നെ അതേ ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് അത് പോയി നോക്കി. എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരിക്കലും എനിക്ക് രണ്ടാമത് തരാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് 12th മാനും നേരും വന്നപ്പോൾ ഞാൻ സതീഷിനോട് പറഞ്ഞു, എനിക്ക് സതീഷിൻ്റെ അവസ്ഥ അറിയാൻ 4 ക്യാമറ വേണം. സതീഷ് ചേട്ടാ